മലമ്പുഴയിൽ എയ്ഡഡ് സ്കൂളിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നൽകി. സ്കൂൾ അധികൃതർ മനഃപൂർവ്വം സംഭവം മറച്ചുവെച്ചതായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആർ ജയദേവൻ പറഞ്ഞു. സ്കൂൾ പ്രധാനാധ്യാപകനും അധ്യാപകർക്കുമെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ അധ്യാപകരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് നടന്നത്. സംഭവമറിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറച്ചുവെക്കുകയായിരുന്നു. പ്രതിയായ അധ്യാപകനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ പറഞ്ഞതായി ജയദേവൻ പറഞ്ഞു. ഡിഡിക്ക് മുമ്പാകെ ഡിവൈഎഫ്ഐ പരാതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ നവംബർ മാസം 29-ാം തീയതിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നവംബർ മാസം 29-ാം തീയതി നടന്നൊരു സംഭവം അധികൃതർ പുറത്തുവിടുന്നത് 19-ാം തീയതിയാണ്. സംഭവം നടന്ന് ഏകദേശം 20 ദിവസത്തോളം ഇത് പൂഴ്ത്തിവെക്കുന്ന രീതിയുണ്ടായ സ്കൂൾ അധികൃതർക്കെതിരായി മാനേജ്മെൻറ്റിനെതിരായി കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളിൻ്റെ പേര് നഷ്ടപ്പെടും എന്ന് കരുതി ഇതുപോലൊരു സംഭവം നടന്ന് അതിനെ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനെതിരായി കർശനമായ നടപടി സ്വീകരിക്കണം. മാനേജ്മെൻറ്റിനെ പുറത്താക്കണം. അവിടുത്തെ HM-നെതിരെ നടപടിയെടുക്കണം. ഈ സംഭവം അറിഞ്ഞ് ആ നിമിഷം തന്നെ നിയമ നടപടി സ്വീകരിക്കേണ്ടിയിരുന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അത് പൂഴ്ത്തിവെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടണം. വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കപ്പെടണം. ഈ അധ്യാപകനെതിരെ എടുക്കുന്ന നിലപാട് മറ്റ് ഇത്തരത്തിലുള്ള അധ്യാപകരാർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നാത്ത തരത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിഡിക്ക് പരാതി ഡിവൈഎഫ്ഐ നൽകിയിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.